പിന്നെന്താന്ന് വെച്ചാൽ ചിലവര് ഈ പറഞ്ഞ പോലെ ഇതില് കഷ്ണങ്ങൾ കുമ്പളങ്ങ പടവലങ്ങ ഒക്കെ ഇടും കേട്ടോ. നമ്മൾ ഇത്രേ എപ്പോഴും ഇടാറുള്ളൂ. ഓരോ രീതി. പിന്നെ ബീൻസ് ഇടുന്നവരുണ്ട്. നമ്മളന്നൊരു സദ്യക്ക് പോയപ്പോ അതിലുണ്ടായിരുന്നു ബീൻസ് ഒക്കെ. ഞാൻ പിന്നെ സദ്യയുടെ അധികം കൂട്ടാറില്ലല്ലോ. ഇഷ്ടാട്ടോ കൂട്ടുകറി. നല്ല ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല സ്വാദാ. നാളികേരം വറുത്തിട്ടുള്ള അതിന്റെ ആ ഒരു ഇതും ഒക്കെ നല്ല. ഞങ്ങളൊന്നും ആദ്യം ഈ ഭാഗത്ത് കൂട്ടുകറി അങ്ങനെ ഉണ്ടാക്കാറില്ല. എലിശ്ശേരിയാണ് പ്രധാനം. എരിശ്ശേരി. അപ്പൊ പിന്നെ എങ്ങനെയാ വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചത് പോയി തെക്കോട്ടാണ് അങ്കമാലിക്ക് കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛനാണ് FACT ക്യാൻറ്റീനിൽ മാനേജർ. അച്ഛൻ നല്ല ദഹനക്കാരനാണ്. പിന്നെ ഭർത്താവിൻ്റെ അനിയനും അത്യാവശ്യം നല്ലോണം ചെയ്യും. അങ്ങനെയാണ് ഞാൻ പുളിയിഞ്ചി പിന്നെ മുളകാപ്പച്ചടി എനിക്കറിയാം. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഭാഗത്ത് മുളകാപ്പച്ചടിയാണ് പ്രധാനം. പുളിയിഞ്ചി പിന്നെ കൂട്ടുകറിയൊക്കെ ഞാൻ അവിടെ പോയതിൻ്റെ ശേഷമാണ് പഠിച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തും താമസിക്കുന്നവരാണല്ലോ. ഓരോരോ ജോലി സംബന്ധമായിട്ട് പഠിപ്പുകളായിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അവിടുത്തെ പിന്നെ വിഭവം കിട്ടും, ഇവിടുത്തെയും കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടും അപ്പോൾ ഞാൻ 2 വിധം പഠിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൂട്ടുകറിയൊക്കെ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിലവർ മഞ്ഞപ്പൊടി ഇടും തോന്നുന്നു. ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇടാറില്ല. എന്നാലും അതിൻ്റെ ആ കാപ്പി കളർ ഇങ്ങനെ കാണുമ്പോഴേ നല്ലതുണ്ടാവും. ഈ ഓണക്കാലത്ത് ഫ്ലിപ്കാർട്ടിൽ ഞാനൊരു ഓഫർ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഇഡലി തട്ടാണ് കേട്ടോ. ഇഡലി തട്ട് മീൻസ് ഇഡലി പാത്രം. നല്ലൊരു അലുമിനിയത്തിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിലത്തെ ഇഡലി നല്ല ഭംഗിയാണ്. നല്ല ഉരുണ്ട ഷേപ്പിലുള്ള ഇഡലി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഓണൊക്കെ വരികയില്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇനി ഇഡലി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു നല്ലൊരു പാത്രം എല്ലാവരും ഒന്ന് കണ്ടു വെച്ച് നോക്കൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ പാത്രമൊക്കെ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഡ്ഡലി പോട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്വാളിറ്റി ഉണ്ട്.